Hi everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BBA സ്റ്റുഡൻസിൻ്റെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 180 സംതിങ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരൊറ്റൊരു വീഡിയോയിൽ തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാനിത് ഇടണം എന്ന് വിചാരിച്ചിരുന്നല്ല, കാരണം ഞാൻ പ്രോബ്ലം പേപ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാറില്ലല്ലോ. അതിൽ തിയറി മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് തിയറി മീൻസ് പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇടാതിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടികൾ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് ഇത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലത് എനിക്ക് അത്രയും എന്താ പറയുക പ്രോബ്ലം ഏരിയ അറിയാത്തത് കൊണ്ട് മീൻസ് ഞാൻ എടുക്കാത്തത് കൊണ്ട് എക്സ്പ്ലനേഷൻ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷൻ്റെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഡാഷ് ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ദ കോസ്റ്റ് ബിഫോർ ഹാൻഡ്. കോസ്റ്റ് ബിഫോർ ഹാൻഡിലെ കോസ്റ്റ് ബിഫോർ ഹാൻഡ് അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് പ്രസൻറ്റേഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസ്ക്ലോസ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ പ്രൊഡക്റ്റും ജോബ് ഓർ സർവീസും ആണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഡാഷ് ഈസ് എ പോസ്റ്റ് മോർട്ടം ഓഫ് പാസ്റ്റ് കോസ്റ്റ്. പാസ്റ്റ് കോസ്റ്റുകളുടെ പോസ്റ്റ്മോർട്ടം എന്നറിയപ്പെടുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഡാഷ് എയ്ഡ്സ് ഇൻ പ്രൈസ് ഫിക്സേഷൻ. പ്രൈസ് ഫിക്സേഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഡാഷ് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സ് പ്ലാനിങ്, ടാക്സ് അക്കൗണ്ടിങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിലാണ്. ദെൻ ഓട്ടോമൊബൈൽ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സർവീസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊഡ്യൂസിങ് സർവീസിലാണ് സർവീസ് കോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഡാഷ് കോസ്റ്റിംഗ് ഈസ് അപ്ലിക്കബിൾ ടു പ്രിൻറ്റേഴ്സ്. പ്രിൻറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ്. കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും കൂടി അതിന് പേരുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റ്. കോസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓർ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. മാർജിനൽ എന്നാണ് 14th ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ 14ാമത്തെയും 15ാമത്തെയും ക്വസ്റ്റ്യൻ സെയിം ആണ്. കോസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓർ ടെക്നിക് ഓഫ് ഡാഷ്. ഡാഷ് കോസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓർ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ കോസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. അതായത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ടൈപ്പോ ടെക്നിക്കോ ആയിട്ടാണ് കോസ്റ്റിങ്ങിനെ പറയുന്നത്. പക്ഷേ കോസ്റ്റിങ്ങിൻ്റെ ഏത് ടൈപ്പാണ് ഡാഷ് കോസ്റ്റിംഗ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മുടെ കോസ്റ്റിങ്ങിൻ്റെ ഒരു ടൈപ്പായിട്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ഈ MCQയിൽ ഇതന്നെയാണ് ആൻസർ കീയുടെ സെക്ഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതന്നെ പഠിച്ചാൽ മതി. അടുത്തത് ഡാഷ് ഈസ് നോട്ട് ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ സ്കോപ്പ് അല്ലാത്തത് ടാക്സ് പ്ലാനിങ് ആണ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് എന്തിലെ ലിമിറ്റേഷൻസ് കാരണമാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വന്ന ലിമിറ്റേഷൻസ് കാരണമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നിലവിൽ വന്നത്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്, ആർട്ടാണ്, ഒരു പ്രാക്ടീസ് ഓഫ് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് കൂടിയാണ്. ദെൻ നമ്മുടെ ഓർഡിനറി ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ ഹൗസ് പോലെയാണ്. ഒരുപാട് മോസ്റ്റ് വാല്യുബിൾ ഇൻഫോർമേഷൻസ് ഒക്കെ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ ഹൗസ് പോലെയാണ്. അതിലേക്കുള്ള കീ ആണ് കോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കീ ആണ് അതിൻ്റെ ആൻസർ. കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽ പാർട്ട്ലി വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് പാർട്ട്ലി വിത്ത് എസ്റ്റിമേറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഡാറ്റ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ഫിഗേഴ്സ്. എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സിലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഡാഷ് ഓഫ് വേരിയസ് പ്രൊഡക്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ബോത്ത് മോണിറ്ററിങ് ഫിസിക്കൽ യൂണിറ്റ്സിലെയും കാര്യങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഇൻ എ റിഫൈനറി ഈസ് ഡാഷ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത് സർവീസ് കോസ്റ്റിംഗ് ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡാഷ് ആകുന്നു ഇൻ ടോട്ടൽ പ്രൊപ്പോർഷൻ ടു ഔട്ട്പുട്ട്, ഇൻക്രീസ് ആകുന്നു. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ദെൻ സങ്ക് കോസ്റ്റ് ഇറലവൻ്റ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് ഇറലവൻ്റ് ആയിട്ടുള്ളതാണ് സങ്ക് കോസ്റ്റ്. ദെൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആർ നോട്ട് ദി സെയിം അല്ല. ഫിക്സഡ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ആവില്ല. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ മോസ്റ്റ്ലി ഫിക്സഡ് ആയിരിക്കും. അബ്നോർമൽ കോസ്റ്റ് അൺകൺട്രോളബിൾ ആയിരിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്.
Accounting provide information for cost control. Accounting provide information for dash control and cost control and answer. Dash is one which can be conveniently identified with the and charged to a particular unit of cost. Direct cost ആണ്. Cost center and cost unit സെയിം അല്ല. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ആവുമ്പോഴാണ് എന്താ പറയുക ഇൻക്രീസ് വിത്ത് ഫോൾ ഇൻ ഔട്ട്പുട്ട് കേട്ടോ. ഇൻക്രീസ് ആകുമ്പോഴാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ആവുന്നത്. ദെൻ പീരീഡ് കോസ്റ്റ് ചാർജ് ടു പീരീഡ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്. ഡാഷ് ആർ കോസ്റ്റ് വിച്ച് ഹാവ് ബീൻ അപ്ലൈൻഡ് അഗൈൻസ്റ്റ് ദ റവന്യൂ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്. എക്സ്പെൻസസ് ആർ ദി കോസ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ ഒരു സ്മോളർ സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏരിയനെ പറയുന്ന പേര് കോസ്റ്റ് സെന്റർ എന്നാണ്. പ്രൈമറി എംഫസിസ് ഓഫ് ബഡ്ജറ്റഡ് കോസ്റ്റ്. ഇപ്പം ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ളത് ബഡ്ജറ്റഡ് കോസ്റ്റ് ആണ്. ദെൻ എന്താ പറയുക ഇറിക്കവറബിൾ കോസ്റ്റ് സങ്ക് കോസ്റ്റ് ആണ്. ദെൻ ഡാഷ് ഈസ് ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് വേർ നോ ആക്ച്വൽ കോസ്റ്റ് ഈസ് ഇൻക്യൂർഡ്. ഇംപ്യൂട്ടഡ് ഈസ് ദ വാല്യൂ എന്നാണ് പറയുന്നത്. ദെൻ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റിൽ വരുന്ന കോസ്റ്റ് ഔട്ട് ഓഫ് ദി പോക്കറ്റ് കോസ്റ്റ് ആണ്. Dash is the maximum possible alternative earnings that might have been earned. Opportunity ആണ് ആൻസർ. An item of the cost that is direct for one business may be indirect for another business. The total of all direct expense-നെ വിളിക്കുന്ന പേര് പ്രൈം കോസ്റ്റ് എന്നുള്ളതാണ്. ദെൻ കുറച്ച് ഫിക്സഡും കുറച്ച് വേരിയബിൾ ആയിട്ടുള്ളതിനെ വിളിക്കുന്ന പേര് സെമി വേരിയബിൾ എന്നാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഫോർഗോൺ. വർക്ക് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ. വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്ന്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ഓർ ചാർജബിൾ എക്സ്പെൻസ്, വർക്ക് എക്സ്പെൻസ് എല്ലാം കൂടി ചേർന്നതാണ് വർക്ക് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ലേ. ക്യാഷ് ഔട്ട്ലേ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. വേരിയബിൾ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ്ലി ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ആകുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ആകുന്നു വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു സെമി വേരിയബിൾ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ പറഞ്ഞു ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്നതാണ്. ദെൻ ആഡഡ് വാല്യൂ ഈസ് ദ ചേഞ്ച് ഇൻ മാർക്കറ്റ് വാല്യൂ. Then cost accounting is not only positive signs but also normative signs കൂടിയാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്. Then material control does not cover the following stage. Production stage അതിൽ ഉൾപ്പെടുന്നില്ല. Material control aims at achieving effective material management. Then stores ledger is maintained in the കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഷീറ്റ്സ് ആർ മെയിൻറ്റെയിൻ ടു റെക്കോർഡ് ദ റിസൾട്ട്സ് ഓഫ് ഫിസിക്കൽ വെരിഫിക്കേഷൻ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഡാഷ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് സർപ്ലസ്. ബിൻ കാർഡ് ക്വാണ്ടിറ്റി ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും സ്റ്റോർ കീപ്പറാണ്. മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ് എന്നുള്ളതാണ്. ഇനി മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് ബൈ ദ സ്റ്റോർ കീപ്പർ എഗൈൻസ്റ്റ് ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ദെൻ ഇനി ഫിഫോ ലിഫോ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഫോ ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് ഫോളിംഗ് പ്രൈസസ്. അപ്പോൾ ഫസ്റ്റ് ഔട്ട് ഫോളിംഗ് പ്രൈസും ഫസ്റ്റ് ഔട്ട് റൈസിംഗ് പ്രൈസും ആണ്. Average cost method of valuing material issues is suitable when prices fluctuate considerably. Inflated price method of valuing material issues is suitable when materials are subject to natural wastage. Specific price method is valuing material issue is used when materials are purchased for specific job or work order. Market price method is considered to be the best method when quotations have to be sent. A bill of material serve the purpose of material requisition വേണ്ടിയിട്ടാണ് നമ്മൾ bill of material യൂസ് ചെയ്യുന്നത്. ദെൻ bill of material is prepared ഏത് സമയത്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ജോബിൻ്റെ കേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഷീറ്റ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ റിസൾട്ട്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റെക്കോർഡ് ചെയ്യുന്നത് ഒരു തവണ റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേര് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ദെൻ നമ്മൾ റീഓർഡറിങ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ദെൻ ദ പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഇൻവെൻട്രീസ് റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്, ഇതൊക്കെ എന്താണ് ഗുഡ്സ് ഇൻ പ്രോഗ്രസ്, ഇതൊക്കെ ടൈപ്സ് ഓഫ് ഇൻവെൻട്രീസ് ആണ്, പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഇൻവെൻട്രീസ് ആണ് കേട്ടോ.
ദെൻ അടുത്തൊരു ഇക്വേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. റീഓർഡറിംഗ് ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കൺസ്യൂം ഡ്യൂറിംഗ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി ഹെൽഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. Then inventory turnover in days equal to days during the period divided by inventory turnover ratio. Then നമ്മുടെ dash is a technique of material cost control which leads to low carrying cost JIT inventory system ആണ്. ദെൻ നമ്മൾ ഓരോന്നിനായിട്ടും അറ്റൻഷൻ കൊടുക്കുന്നത് ABC അനാലിസിസ് ആണ്. ദെൻ നമ്മൾ സ്പെയർ പാർട്സിന് കൺട്രോൾ ചെയ്യുന്നത് VED അനാലിസിസ് ആണ്. Inventory turnover ratio equal to cost of inventory assumed during the period divided by cost of average inventory held during the period. ഇനി റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. ഡാഷ് obviates the necessity for the physical checking of all the items of stores perpetual inventory system ആണ്. ഇനി ഡാഷ് വേസ്റ്റ് ആണ്. ഡാഷ് വേസ്റ്റ് ഫോംസ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ടുള്ളത് നോർമൽ വേസ്റ്റ് ഫോംസ് ആണ്. പാർട്ട് അല്ലാത്തത് അബ്നോർമൽ വേസ്റ്റ് ഫോമാണ് കേട്ടോ. ദെൻ മെറ്റീരിയൽ ലോസസ് ഡ്യൂ ടു അബ്നോർമൽ റീസൺസ് കൊണ്ട് ഉണ്ടാകുന്ന മെറ്റീരിയൽ ലോസ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡിഫക്റ്റീവ് ആർ ദാറ്റ് പോർഷൻ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ക്യാൻ ബി റെക്ടിഫൈഡ് അറ്റ് സം എക്സ്ട്രാ കോസ്റ്റ് ഓഫ് റീ ഓപ്പറേഷൻ. Which among the following is not a management accounting technique? Management accounting technique അല്ലാത്തത് നൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. Then marginal costing is a technique of costing. Under marginal costing, dash cost are regarded as cost of the product. Variable cost ആണ് ആൻസർ. Then അടുത്തത് under marginal costing, dash costs are treated as period cost. Fixed cost ആണ് ആൻസർ. Under marginal costing, the stock of finished goods and work in progress are valued marginal cost only. Contribution is the excess of sale over marginal cost of sale. Then dash is the practice of charging all the cost. എല്ലാ കോസ്റ്റും ചാർജ് ചെയ്യുന്ന അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. ടൈം വേജ് സിസ്റ്റം പ്രകാരം നമ്മൾ വേജ് പേ ചെയ്യുന്നത് ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്. പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വേജ് പേ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡണ്ണിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ രീതിയിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ 20 hours 50 hours ആണ്. ടൈം റേറ്റ് 2 per hour ആണ്. ടോട്ടൽ വേജ് പേയബിൾ റോവൻ പ്രീമിയം പ്ലാൻ അനുസരിച്ച് 37.50 ആണ്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രൊവൈഡ് ഫോർ ഹയർ റേറ്റ് ടു ഡാഷ് വർക്കേഴ്സ്. എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ഹയർ റേറ്റ് എന്നുള്ള രീതിക്കാണ്. ദെൻ എന്താ പറയുക, ക്വാളിറ്റി ഓഫ് വർക്ക് അടിസ്ഥാനത്തിൽ വേജ് കൊടുക്കുന്നത് ടൈം വേജ് സിസ്റ്റമാണ്. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് സെയിൽസ് 1,50,000, ഫിക്സഡ് കോസ്റ്റ് 30,000, പ്രോഫിറ്റ് 40,000. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം 110% ഓഫ് ദി ഓർഡിനറി പീസ് റേറ്റ് ഈസ് ഗിവൺ ടു വർക്കേഴ്സ് ഹൂസ് ലെവൽ ഓഫ് പെർഫോമൻസ് ഈസ് ബിറ്റ്വീൻ 83% ആൻഡ് 100%. അപ്പോൾ 110 ആണെങ്കിൽ 83ഉം 100ഉം ആണ്. 120 ആണെങ്കിൽ 100ഉം 120ഉം ആണ് കേട്ടോ. പിന്നെ പെർഫോമൻസ് ബിറ്റ്വീൻ 0 ആൻഡ് 83% ഓർഡിനറി പീസ് റേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഇൻ ഡാഷ് 2 പീസ് റേറ്റ്സ് ആർ സെറ്റ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്കും 2 എണ്ണം വെച്ചിട്ടുള്ളത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലാണ്. ദെൻ ബേസിസ് ഓഫ് apportionment of store service expenses is value of materials consumed. Basis of apportionment of welfare department expense എന്ന് പറയുന്നത് number of employees ആണ്. Crucial expense എന്ന് പറയുന്നത് number of female employees ആണ്. Then under step method of reapportionment of cost and service department, the cost of last service department is apportioned only to production department. Machine hour rate is obtained by dividing the total running expense of a machine during the particular period by the number of hours. Machine hour rate എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഇക്വേഷൻ രൂപത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ദെൻ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നതാണ്. അബ്സോർപ്ഷൻ ഓവർ ഹെഡ് fall short of the actual amount of overhead incurred. Dash is the excess of overhead absorbed over the actual amount of overhead incurred over absorption of the overhead ആണ്. ഇനി
When dash is used on the basis of budgeted overheads and the rate is applied to the actual base, the actual overhead expense may be different from the charged overhead. A predetermined rate എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 120ാമത്തെ ചോദ്യം. Expense incurred during the production other than the direct material and direct labor are called actual. പിന്നെ ലാസ്റ്റത്തെ ഡാഷിൽ വരുന്നത് അപ്ലൈഡ് എന്ന് കൂടിയാണ് കേട്ടോ. ദെൻ അടുത്തത് the per unit expense of the fixed portion of the factory overhead varies with the volume of production by variable. ഫിക്സഡും വേരിയബിളും ആണ് അതിൽ കൊടുക്കേണ്ടത്. പിന്നെ കോസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് അബ്നോർമൽ എക്സ്പെൻസുകളാണ്. ദെൻ സച്ച് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോഷണൽ എക്സ്പെൻസ് ആണ്. ദെൻ കുറച്ച് ഫിക്സഡും കുറച്ച് വേരിയബിൾ ആയിട്ടുള്ളത് സെമി വേരിയബിൾ ആണ്. ദെൻ അൺസക്സസ്ഫുൾ റിസർച്ച് എക്സ്പെൻഡിച്ചർ ഒക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സാലറി പെയ്ഡ് ടു ജനറൽ മാനേജർ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ഫാൻസി പാക്കിംഗ് ഒരു സെല്ലിംഗ് എക്സ്പെൻസിന് ഉദാഹരണമാണ്. ടെലിഫോൺ എക്സ്പെൻസ് ഒരു സെമി വേരിയബിൾ ആണ്. പ്രൈമറി പാക്കിംഗ് പ്രൈം കോസ്റ്റ് ആണ്. ദ പ്രോഫിറ്റ് ഓർ വോളിയം റേഷ്യോ ഓർ മാനേജീരിയൽ റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ. Which of the following measures helps to increase the PV ratio? PV ratio increase ചെയ്യാൻ help ചെയ്യുന്നത് all of these ആണ്. Credit and collection cost is an item of selling overhead. Warehousing cost is an item of distribution overhead ആണ്. ഇനി ഓരോ ജോലിയും കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് ജോബ് കോസ്റ്റിങ്ങിലാണ്. മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബോത്ത് എ ആൻഡ് ബി. പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ജോബ് കോസ്റ്റിംഗ് ആണ്. ഓരോ ജോലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ജോബ് കോസ്റ്റ് കാർഡിലാണ്. ഓട്ടോമൊബൈൽ സർവീസ് ഒരു ജോബ് കോസ്റ്റിംഗ് ആണ്. ദെൻ the work is undertaken to customers special requirements and each order is of comparatively short duration, it is called job costing. ബ്രാഞ്ച് ക്വാണ്ടിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് ബാച്ച് കോസ്റ്റിങ്ങിലാണ്. ദെൻ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സെറ്റപ്പ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ ദ കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ്, ഡാഷ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് സിമിലർ ആൻഡ് ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ്. ദ ലോസ് ഇൻകേർഡ് ഓൺ ആൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഇസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ കുറച്ച് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. When the completion stage of the contract is more than half, the profit to be credited to profit and loss account will be equal to 2/3 of the notional profit into cash received by work certified. അടുത്തത്, when the completion stage of the contract is less than 1/4, the total expenditure on the contract is transferred to work in progress account. If the account of work certified is less than 25% of the contract price, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ്. ഓട്ടോമൊബൈൽസിലാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉപയോഗിക്കാത്തത്. ദെൻ സം ഓഫ് ദ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് അൺസർട്ടിഫൈഡ് അപ്പിയറിംഗ് ഇൻ ദ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് കോൾഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഡാഷ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഇൻ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി. ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സർവീസ് കോസ്റ്റിംഗ് ആണ്. റൂം ഓർ ഡേ ഈസ് ദ കോസ്റ്റ് യൂണിറ്റ് യൂസ്ഡ് ഇൻ ഹോട്ടൽസ്. മെയിൻ്റനൻസ് ചാർജ് ഒരു സെമി വേരിയബിൾ എക്സ്പെൻസ് ആണ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് റണ്ണിങ് ചാർജസ് അതിൻ്റെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് കോസ്റ്റിങ്ങിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കോസ്റ്റ് യൂണിറ്റ് പറയുക കിലോ വാട്ട് അവറിലാണ് പറയുക. ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിൽ പാസഞ്ചർ മൈൽ പെർ കിലോമീറ്റർ ഓർ 10 കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുക. ദെൻ ബോയിലർ ഹൗസ് കോസ്റ്റിംഗ് ഒരു സർവീസ് കോസ്റ്റിങ്ങിന് ഉദാഹരണമാണ്. ഇൻ സർവീസ് കോസ്റ്റിംഗ് ഫിക്സഡ് ചാർജസിന് വിളിക്കുന്ന മറ്റൊരു പേര് സ്റ്റാൻഡിങ് ചാർജസ് എന്നുള്ളതാണ്. ദെൻ ഇതിൽ ഏതിലാണ് സർവീസ് കോസ്റ്റിംഗ് ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സിലാണ് സർവീസ് കോസ്റ്റിംഗ് ഉപയോഗിക്കാത്തത്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ദ പ്രസൻറ്റ് കോസ്റ്റ് ഓഫ് ദി കാർ എന്ന് പറയുന്നത് 1 lakh ആണ്. ദെൻ അതിൻ്റെ വാല്യൂ അറ്റ് ദ 5th ഇയർ എന്ന് പറയുന്നത് 20,000. അപ്പോൾ മന്ത്ലി ഡിപ്രീസിയേഷൻ 1,333 ആണ്. ഒരു ബസ് 25 പാസഞ്ചേഴ്സിനെ ഡെയിലി 25 days ഡെയിലി കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുക, 1000 കിലോമീറ്റർ. അപ്പോൾ പാസഞ്ചർ മൈൽസ് 25,000 ആണ്. ദെൻ ഇൻ ഡാഷ് കോസ്റ്റിംഗ് വെർ സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് ഓർ സർവീസ് റിസൾട്ട് ഫ്രം എ സീക്വൻസ് ഓഫ് റിപ്പിറ്റേറ്റീവ് ആൻഡ് മോർ ഓർ ലെസ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ് ആൻസർ.
ദെൻ ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ബിസ്ക്കറ്റ് ഇൻഡസ്ട്രീസിലെ ജോബും സ്റ്റീൽ ഇൻഡസ്ട്രീസിലെ പ്രോസസ് കോസ്റ്റിങ്ങും ആണ്. ആവറേജ് യൂണിറ്റ് കോസ്റ്റ് ഫോർ ഈച്ച് പ്രോസസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പ്രോസസ് കോസ്റ്റ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ പ്രോസസ്സാണ്. വേർ റോ മെറ്റീരിയൽ ഈസ് ടു പാസ് certain stages before it is converted into finished goods, the method of costing അവിടെ ഉപയോഗിക്കുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ദെൻ നമ്മൾ ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മോർ ദാൻ ദി എസ്റ്റിമേറ്റഡ് ലോസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു, ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അബ്നോർമൽ ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ആക്ച്വൽ ലോസ് ഈസ് ലെസ് ദാൻ, മോർ ദാൻ ആണെങ്കിൽ അബ്നോർമൽ ലോസും ലെസ് ദാൻ ആണെങ്കിൽ അബ്നോർമൽ ഗെയിനുമാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ആക്ച്വൽ ലോസ് ഈസ് ലെസ് ദാൻ ദ എസ്റ്റിമേറ്റഡ് ലോസ്, അത് അബ്നോർമൽ ഗെയിൻ ആണ്. മോർ ആണെങ്കിൽ അബ്നോർമൽ ലോസ് ആണ്. ദെൻ 1000 units are 60% complete in a process. It is equivalent to 600 complete units. Equivalent units represent the production of a process in terms of dash units, completed units. Then dash process loss should be transferred to costing profit and loss account. Abnormal ആണ്. Then absorbed in the cost of production ആണെങ്കിൽ അത് normal process ആണ്. In inter-process profits, the output of one process is transferred from one process to another, not at actual cost but at a market price. Then less than ആണെങ്കിൽ മാർക്കറ്റ് അബ്നോർമൽ ഗെയിൻ ആണ് വരുന്നത്. പിന്നെ ഇതിൽ അബ്നോർമൽ ലോസ് ഇസ് ട്രീറ്റഡ് ആസ് പീരീഡ് കോസ്റ്റ് ആൻഡ് റിട്ടേൺ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ പ്രോസസ് കോസ്റ്റിംഗ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ്, ഇതിൽ ഉപയോഗിക്കാത്തത് സിമെൻറ്റിലാണ്. പിന്നെ വീണ്ടും ലെസ് ദാൻ ആണെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആണ്. Input 5000 kilogram of material introduced into process and the expected loss 8% ആണ്. If the actual output from the process 4300 ആണ്, the abnormal loss 300 kilogram ആണ്. Budgeting system dash key managerial function ആണ്, integrates managerial function ആണ്. Then 180ാമത്തെ ചോദ്യം, dash is the budget which is updated continuously ആണ് ചോദിച്ചിരിക്കുന്നത്. Both A and B ആണ് ആൻസർ. The budget relating to dash must be prepared first and the other budget should be prepared the late of that factor. Limiting factor ആണ് അതിൻ്റെ ആൻസർ. Then dash budget is the most important budget. Sales budget ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ് ആയിട്ട് പറയുന്നത്. Then dash budget may be classified into material cost budget, labor cost budget and overhead budget, cost of production. Dash budget gives an estimate of the anticipated receipts and payment of cash during the budget period. Cash budgets ആണ്. Dash is the consolidated summary of various functional budgetകളുടെ summary. Master budget ആണ്. Then dash budget is designed to remain unchanged irrespective of the volume. Fixed budgetകളാണ്. ഡാഷ് ബഡ്ജറ്റ് എപ്പോഴും ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി കാണിക്കുന്നത് ഫ്ലെക്സിബിൾ ആണ്. ഡാഷ് ബഡ്ജറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് ഫ്രം എ ക്ലീൻ സ്റ്റേറ്റ്, സീറോ ബേസ്. Then dash is the summary of all function budget in a capsule form. മാസ്റ്റർ ബഡ്ജറ്റാണ് എല്ലാ ഫംഗ്ഷൻ ബഡ്ജറ്റുകളുടെയും ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് BBAക്കാർക്ക് വരുന്നത്. ആൻസർ കീ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.